അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ സഖായിയുടെ ജീവിതത്തിൽ യേശുവിനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. പാപിക്ക് കൈവന്ന മഹാഭാഗ്യം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നതിനെ. ആ സിക്കമോർ മരത്തിന്റെ ചുവട്ടിലേക്ക് യേശു കടന്നു വരുമ്പോൾ സഖായിയോട് യേശു പറയാണ്, വേഗം താഴോട്ട് ഇറങ്ങി വരാൻ. ഇവിടെ കാണാൻ ആഗ്രഹിച്ചവന്റെ കൂടെ പാർക്കുവാൻ വേണ്ടി കടന്നു പോകാൻ തയ്യാറായിരിക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവനൊന്ന് കാണാൻ ആഗ്രഹിച്ചുള്ളൂ. യേശു അവന്റെ കൂടെ താമസിക്കുവാൻ, ജീവിക്കുവാൻ തയ്യാറായി. 2, അവൻ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ യേശു കടന്നു വരാൻ തടസ്സമുള്ള മേഖല ഏതാണെന്ന് അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ ഇടവന്നു. 1, അവൻ പിടിച്ചു പറിച്ചെടുത്ത അല്ലെങ്കിൽ ചതിച്ചു വാങ്ങിയതിൻ്റെ 4 ഇരട്ടിയും സ്വത്തിന്റെ പകുതിയും ഞാൻ കൊടുക്കുവാൻ തയ്യാറാകുന്ന കർത്താവേ എന്ന് പറയുമ്പോഴാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് യേശു വിളിച്ചു പറയുന്നത്. അവൻ എൻ്റെ മകനാ, ഞാൻ തെരഞ്ഞെടുത്തവനാ അവൻ. ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവനെ ചെന്ന് കാണുന്നൊരു കർത്താവ്. യേശു സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു. 3, സക്കായി വീടിന്റെ വാതിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ വാതിലും തുറന്നു കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കും, യേശുവെ കടന്നു വരണമേ എന്ന്. പോരെ പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ പാപബോധവും പശ്ചാത്താപവും ചെയ്യാനുള്ള മനസ്സ് അവന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടത് യേശു കണ്ട് അവന്റെ ഹൃദയത്തിൽ വാസം ഉറപ്പിച്ചു. ഇവിടെ യേശു അവന് പുതിയ വിലാസം നൽകുന്നു. എന്താ പുതിയ വിലാസം? അവൻ അബ്രാഹമിന്റെ മകൻ. അതുവരെയും അവൻ ചുങ്കക്കാരൻ സഖായി. യേശു അവനെ കണ്ടപ്പോൾ മുതൽ, അവൻ യേശുവിനെ കണ്ടപ്പോൾ മുതൽ, അവനുള്ളത് യേശുവിന് കൊടുക്കുവാൻ തയ്യാറായപ്പോൾ മുതൽ അവന്റെ അവസ്ഥയ്ക്ക്, മേൽവിലാസത്തിന് മാറ്റം വന്നു. എന്താ വന്നത്? അബ്രാഹമിന്റെ മകൻ എന്ന് വിളിക്കാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പരാജയത്തിലും ആർക്കും വേണ്ടാതെ തള്ളപ്പെടുന്നവരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചേ. യേശു നിങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭവനം മാത്രമല്ല ഹൃദയവും തുറന്നു കൊടുക്കാൻ തയ്യാറായെങ്കിൽ, യേശു വന്ന് നമ്മുടെ മേൽവിലാസം മാറ്റും. അബ്രഹാമിന്റെ മേൽവിലാസം മാറ്റിയ ദൈവമാണ്. പത്രോസിന്റെ മേൽവിലാസം മാറ്റിയ ദൈവമാണ്. മീൻപിടുത്തക്കാരൻ എന്നുള്ള മേൽവിലാസം മാറ്റി മനുഷ്യരെ പിടുത്തക്കാരൻ എന്ന മേൽവിലാസം കൊടുത്തു കർത്താവ്. യേശു മേൽവിലാസം മാറ്റും. പൗലോസിന്റെ മേൽവിലാസം മാറ്റി സഭയെ പീഡിപ്പിക്കണമെന്നുള്ള ഒരു മേൽവിലാസമുള്ളവനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ സഭയെ സേവിക്കുന്നവനായി മാറുന്നു. കണ്ടോ? കർത്താവിന്റെ അടുക്കൽ ചെന്ന മേൽവിലാസം മാറും. നമ്മുടെ എല്ലാവരുടെയും മേൽവിലാസം മാറ്റുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, അടുത്തത് സക്കായി മാത്രമല്ല, അവന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവന്റെ മേൽവിലാസം മാറ്റിയെങ്കിൽ, അവന്റെ മാത്രമല്ല അവന്റെ കുടുംബത്തിൽ, ബൈബിളിലെ വചനം ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരണം കുടുംബത്തിലേക്കും ഈ ദൈവ സാന്നിധ്യവും പ്രവൃത്തിയും വെളിപ്പെടാൻ ഇടവന്നു.
ദൈവപ്രവൃത്തി. കാരണം യേശു തൻ്റെ പ്രവർത്തന ലക്ഷ്യം വെളിപ്പെടുത്തി. എന്തിനാ ഞാൻ വന്നത്? സക്കായിയെയും കുടുംബത്തെയും യേശു രക്ഷിച്ചതുപോലെ ഇന്നും ചില വ്യക്തികളെയും ചില കുടുംബത്തെയും ചില സാഹചര്യങ്ങളിൽ കഴിയുന്നവരെയും രക്ഷിക്കുന്ന ഒരു യേശു. രോഗികൾ, രോഗം എന്തു തന്നെയാകട്ടെ, അത് ചിലപ്പോൾ ട്യൂമറാകാം, ക്യാൻസർ ആകാം, ബ്ലഡ് ക്യാൻസർ ആകാം, മാരക രോഗങ്ങളായിരിക്കാം. യേശു കർത്താവ് അതൊക്കെ സൗഖ്യദായകനാണ്. യേശുവിൻ്റെ അടുക്കൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സു തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാപനമാകാം, കുടുംബമാകാം, ജീവിതമാകാം, ഇപ്പൊ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാ, നിന്റെ കരം വയ്ക്കണം. ലക്ഷ്യത്തോടു കൂടെ നിന്റെ കൂടെ ജീവിക്കത്തക്ക വിധം അഭിഷേകത്തിന്റെ ശക്തിയെ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.